കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓംപ്രകാശ് ഉൾപ്പെട്ട ലഹരി കേസിൽ സിനിമാ താരങ്ങളുടെ പങ്ക് പോലീസ് അന്വേഷിക്കും. ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ഓംപ്രകാശിന്റെ മുറിയിൽ സന്ദർശനം നടത്തിയെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ അടക്കം മൊഴിയെടുക്കും. എന്തിനാണ് ഓംപ്രകാശ് ഈ ലഹരിയുമായി കൊച്ചിയിലെത്തിയത്, അതിനപ്പുറമായി എന്തൊക്കെയോ പദ്ധതികളുണ്ടോ, ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിച്ചറിയും. വിവരങ്ങളുമായി ചേരുന്നത് വിഷ്ണു സുരേഷാണ്. വിഷ്ണു, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ചില കാര്യങ്ങൾ, കൊക്കെയിൻ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ ആ കൊക്കെയിൻ ആർക്കെങ്കിലും വിതരണം ചെയ്തതായോ ആരെങ്കിലും ഉപയോഗിച്ചതായോ അതിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് അതിന്റെ അന്വേഷണത്തിൽ ഇതൊരു പരിമിതിയായി പിന്നീട് വരില്ലേ? ക്രിസ്റ്റിന, അത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചൊരു വീഴ്ചയായി കണക്കാക്കാം. കാരണം സാധാരണഗതിയിൽ NDPS കേസുകളിൽ പരമാവധി തെളിവുകൾ പോലീസ് സമാഹരിക്കാറുണ്ട്. അത് ചെറിയ കേസാണെങ്കിൽ പോലും അത്തരത്തിൽ സമാഹരണം പോലീസ് ഇവർ ഉപയോഗിച്ചു എന്നതിനുള്ള തെളിവുകളൊക്കെ സമാഹരിക്കാറുണ്ട്. പക്ഷേ ഇത് നൊട്ടോറിയസ് ക്രിമിനലായ ഓംപ്രകാശിൻ്റെ പക്കൽ നിന്ന് ഇത്തരത്തിൽ ഗുരുതര സ്വഭാവമുള്ള ഒരു പദാർത്ഥം കണ്ടെത്തുകയും പക്ഷേ അത് കോടതിയിൽ തെളിയിക്കാൻ പോലീസിന് ആകാതെ പറ്റുകയും ചെയ്തത് ഒരു പരാജയം തന്നെയായി കണക്കാക്കാം. ഒപ്പം കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഇല്ല എന്നുള്ളതാണ് ഈ ജാമ്യ വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ജാമ്യം ലഭ്യമായത്. ദ്രാവക രൂപത്തിലാണ് എന്ന് പോലീസ് FIRൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇനി പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണം നടത്തേണ്ടത്. ഈ കേസിൻ്റെ മറ്റു വശമാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. ഓംപ്രകാശിൻ്റെ ഒരു വശവും മറ്റു വശം ഈ സിനിമ മേഖലയിൽ നിന്നുള്ള സാന്നിധ്യവുമാണ്. അത് ഉറപ്പായും പോലീസിന് സെപ്പറേറ്റായി തന്നെ അന്വേഷിക്കാം, സെപ്പറേറ്റ് തന്നെ വിശദമായി പരിശോധിക്കാം. കാരണം അതിലൊരു ഗുരുതര സ്വഭാവം ഉണ്ട്. ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളുടെ മുറിയിലേക്ക് 2 സിനിമാ താരങ്ങൾ എത്തിയത് എന്തിന് എന്ന ചോദ്യം പോലീസ് ഉയർത്തുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടി പോലീസിന് കണ്ടെത്തിയേ മതിയാകൂ. കാരണം ഇയാൾ കൊച്ചിയിൽ എത്തിയത് ലഹരി കച്ചവടത്തിനാണെന്ന് പോലീസ് തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഒരാളുടെ അടുത്തേക്കാണ് ഈ സിനിമാ താരങ്ങൾ എത്തിയത്. അവർക്ക് ഒരു തരത്തിലുള്ള പരിചയമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ഏത് പശ്ചാത്തലത്തിലാണ് എത്തിയതെന്ന് വ്യക്തമായി പോലീസിനോട് ഉറപ്പായും പോലീസിനോട് പറയേണ്ടി വരും. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഓംപ്രകാശ് ഈ ജാമ്യവ്യവസ്ഥകൾ പൂർത്തിയാക്കിയ ശേഷം പുറത്തേക്ക് ഇറങ്ങി വരും. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏത് ഘട്ടത്തിലാണ് ഇവർ റൂമിലേക്ക് എത്തിയത് എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പ്രതികരിക്കുമോ ഇല്ലയോ എന്നറിയില്ല. എന്നാലും നമ്മൾ പ്രതികരണത്തിന് ശ്രമിക്കും. നിലവിൽ ഓംപ്രകാശ് ഈ ജാമ്യവ്യവസ്ഥകൾ പൂർത്തീകരിക്കുന്ന നടപടിയിലാണ്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 8 ഓംപ്രകാശിന് ജാമ്യം അനുവദിച്ചത്. കേസിൽ 2ാം പ്രതിയാണ് ഓംപ്രകാശ്. 1ാം പ്രതി ഓംപ്രകാശിൻ്റെ സുഹൃത്ത് ഷിഹാസ് ആണ്. ഷിഹാസിൻ്റെ പക്കൽ ഇവർ രണ്ടുപേരും ഒരു റൂമിലായിരുന്നു. ഈ ഷിഹാസാണ് ഇത്തരം ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഓംപ്രകാശിൻ്റെ മൊഴി. തനിക്ക് ഇതുമായി ബന്ധമില്ല എന്ന് പോലീസിനോട് പറയുകയും ചെയ്തു. പക്ഷേ പോലീസ് ആ മൊഴി ഇപ്പോഴും വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാരണം ഓംപ്രകാശ് ഇങ്ങോട്ടേക്ക് എത്തിയത് ചില ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പോലീസ് അങ്ങനെ കേവലമായി കേസ് വിട്ടുകളയില്ല. ഉറപ്പായും വിശദമായ അന്വേഷണം ഉണ്ടാകും. ഈ സിനിമാ താരങ്ങളുടെ കേസ് ഒരുപക്ഷെ വേറെ ഒരു പ്രാഥമിക റിപ്പോർട്ട് പോലീസ് നൽകാനുള്ള സാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള അന്വേഷണമായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സിനിമാ താരങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുക. ഈ കേസിൽ ജാമ്യം ലഭിച്ചെങ്കിൽ പോലും സിനിമാ താരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തും. അതീവ ഗൗരവ സ്വഭാവമുള്ള ഒരു കേസായി ഇത് മാറുകയാണ്. കേവലം ഓംപ്രകാശ് എന്നതിനപ്പുറത്തേക്ക് ചില പേരുകളിലേക്ക് പോലീസ് എത്തുന്നു, സിനിമാ മേഖലകളിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഗൗരവ സ്വഭാവം വർദ്ധിക്കുന്നത്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചി ഒരു ലഹരി ഹബ്ബായി മാറുന്നു എന്ന ഇന്ന് രാവിലെ കൂടി സിറ്റി പോലീസ് കമ്മീഷണറുടെ വാർത്താക്കുറിപ്പ് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഗുരുതര സ്വഭാവമുള്ള കണ്ടെത്തലുകളിലേക്ക് പോലീസ് കടക്കുന്നത്. അത് ഈ ഗുണ്ട മാഫിയയും അതോടൊപ്പം തന്നെ ചില സിനിമാ പേരുകളും അതോടൊപ്പം ചേരുന്നു എന്നുള്ളതും അതീവ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. ഏത് തരത്തിലുള്ള അന്വേഷണമായിരിക്കും അതുമായി ബന്ധപ്പെട്ട് നടത്തുക എന്നാണ്. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് അലൻ വാക്കേഴ്സ് വേൾഡ് ടൂറിന്റെ ഭാഗമായ DJ പാർട്ടി നടന്നത്. കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ ഇത് നടന്നത്. 5000-ലേറെ പേർ ഇതിൽ പങ്കെടുത്തിരുന്നു. ഈ പാർട്ടിയിലേക്ക് ലഹരി എത്തിക്കാനായിരുന്നു ഓംപ്രകാശിന്റെ ശ്രമം എന്ന കാര്യത്തിൽ അന്വേഷണമുണ്ട്. എന്തുകൊണ്ട് ഓംപ്രകാശിന്റെ മുറിയിൽ ഈ സിനിമാ താരങ്ങൾ എത്തി? ഒട്ടും അറിയാത്ത ഒരാളുടെ മുറിയിലേക്ക് വെറുതെ അങ്ങനെ കയറി ചെല്ലുമോ? ഇക്കാര്യത്തിലൊക്കെ അന്വേഷണം നടക്കുകയാണ്. ഇവരുടേതടക്കമുള്ള മൊഴിയെടുക്കും. വിവരങ്ങൾ നൽകിയത് വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന്.